പിടിച്ച് പിടിച്ച് ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ മച്ചാന്മാർക്കും നെയ്യാർ ഫ്രീക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. മച്ചാന്മാരെ, ഇന്നും നമ്മുടെ ഫിഷിംഗ് കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോണത്. അപ്പോൾ അടിപൊളി മീനുകളാട്ടോ ഇന്ന് ലഭിക്കുകയുണ്ടായത്. മീനുകൾ കിട്ടി. നമ്മളെ വിനോദണ്ണനും പിന്നെ ജോസ്മോനും എല്ലാവരും തന്നെ അവിടെ തന്നെ ഉണ്ട്. മച്ചാന്മാർ, നമ്മൾ ഈ ലൊക്കേഷൻ പറഞ്ഞത് എവിടെ നിന്നറിയോ? നമ്മൾ ദമാം കത്തീബ് സൂറിലാണ് കേട്ടോ. സൂറിൽ നമ്മളെ കത്തീബ് സിറ്റി മോളിൻ്റെ ഫ്രണ്ടിലൂടെ കിടക്കുന്ന റോട്ടെ നേരെ നാസ്ര പോകുന്ന വഴിയാണ് കേട്ടോ. നാസ്ര അല്ല, താറൂത്തിൽ പോണ വഴിയിൽ നമ്മൾ നേരെ പോകുമ്പോൾ നെഹഡിയുടെ ഒരു ഫാർമസി ഉണ്ട്. നെഹഡിയുടെ ഫാർമസിയിൽ അവിടെ നിന്ന് നേരെ റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ സ്പോട്ടിലാണ് എത്തുന്നത്. അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ചില ദിവസങ്ങളിൽ കേട്ടോ, ചില ദിവസങ്ങളിൽ പിന്നെ ഒട്ടും കിട്ടാറില്ല. അപ്പോൾ നേരെ കടൽ കാഴ്ചയിലേക്ക് പോകാം. സമയം വേസ്റ്റാക്കി കളഞ്ഞു. അങ്ങോട്ട് ബാക്കിൽ നിന്നിട്ട് ഞാൻ ഷൂ ആയി പെയിന്റ് ഞാൻ പിടിച്ചാണ്. ബാക്കിൽ നിന്ന് തപ്പി പിടി കേട്ടില്ലേ? കടി കിട്ടി, ഒരു കടി കിട്ടി ഇവന്. ഒരു കടി കിട്ടി, ഒരു കടി കിട്ടി. ഇത് ചവിട്ടല്ലേ. ഓക്കെ, മച്ചാമാരെ, അതേ സെക്കൻഡുകൾക്കുള്ളിൽ അടുത്തത് പോയി. വലുതായിരുന്നു. ആ പോട്ടെ, സാരമില്ല. 5 എണ്ണം പിടിക്കാൻ ഒരെണ്ണം പോകും. പിടിച്ച് കിടില മീൻ അടിച്ചിട്ടുണ്ട്. പോവരുതേ ദൈവമേ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. ഹെവി സാധനം. നോക്ക്, സൂക്ഷിച്ച് പതുക്കെ മതി. അവന് വിട്ടുകൊടു. പോയാടെ? ഇല്ല, ഉണ്ട്. സൂക്ഷിച്ച് അവന് കുറച്ചങ്ങ് വിട്ടു കൊടുക്കുക. കിട്ടുമോ ഇല്ലേ നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം അജാതി സാധനമാണ് അടിച്ചിട്ടുള്ളത്. നീ ട്രൈ ചെയ്യ്. കിട്ടില്ല എന്നുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ പോട്ടെ. പൊട്ടിക്കണം, ചൂണ്ട പൊട്ടിക്കണം. വലിച്ചു പിടിക്കണ്ട. എന്തായാലും ചിലപ്പോൾ ചൂണ്ട പൊട്ടും. അതെ, നിന്ന് കളിക്കട്ടെ. അവനെ ഒന്ന് വിടും. അതെ, അവനെ വിളിയണ്ട. വിജുവിനെ കാണിച്ചോട്ടെ ഈ സീന്. വാടങ്ങിട്ട് അവൻ എടുക്കട്ടോ. നിങ്ങൾ അവൻ്റെ കോൺസെൻട്രേഷൻ, നിങ്ങൾ ആ ചൂണ്ട പോയി നോക്കണ്ട. വിനോദണ്ട, ഏതാണ്ട് ഞായാ ഷൂട്ട് ചെയ്യടാ. അതിൽ സാധനം എന്തായാലും ഹെവി സാധനമാണ് മച്ചാന്മാരെ. പകുതിയെങ്കിലും ആയാ? ഏതാണ്ടായി. പക്ഷെ അതിൻ്റെ സൗണ്ട്, അതിൻ്റെ അടിയൊന്നും കാണാനില്ലല്ലോ.
തെരണ്ടി ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഇവിടെ വന്നു തെരണ്ടി ആയിരിക്കും എന്നാ തെരണ്ടി ആണെന്ന് വിചാരിക്കണം. വിനോദണ്ണ എന്ത് പറഞ്ഞു തെരണ്ടി എന്നാ? ആ തെരണ്ടി തന്നെ അണ്ണാ തെരണ്ടി. ഇതാ ഇങ്ങി വന്നു വിനോദണ്ണ ഇങ്ങോട്ടോ. വിനോദണ്ണ കീസെടുത്ത് പിടി. അത്ര വലുതല്ല, നമ്മൾ വിചാരിച്ചതിൻ്റെ അത്ര സൈസൊന്നുമില്ല സാധനം. അങ്ങ് മുകളിൽ കൊണ്ടുപോയി മണ്ണ മച്ചന്മാരെ. അങ്ങനെ ഇന്നും നമുക്ക് തെരണ്ടി അടിച്ചേ. മച്ചന്മാര് തെരണ്ടി പിടുത്തത്തിന് ശേഷം ഇതേ ഉള്ള ഒരു കിട്ടുന്ന സാധനം വിനോദണ്ണ ഇങ്ങി കൊണ്ടിടണം. മച്ചന്മാരെ ജോസ്മായ ഒരു വലിയ മീൻ പിടിച്ചതിന് ശേഷം ഇതേ അടുത്ത് വിനോദണ്ണായി. അതും കൊള്ളാണ്ണ കിട്ടുന്ന സാധനം കേട്ടോ. ചാകരയോട് ചാകര എന്ന് പറഞ്ഞത് കണ്ടോ. ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഒരുപാട് കയറിയപ്പോൾ നല്ല മീൻ അടിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മളിൽ ഇരയായിട്ട് പൊരിക്കുന്ന ചെമ്മീനും തീർന്നു പോയി. അന്നേരമാണ് മീൻ അടിക്കാൻ തുടങ്ങിയത്. ഭാഗ്യദോഷം എന്ന് പറഞ്ഞാലേ അടിപൊളി. കേട്ടളിയാ വലിച്ച് കയറടാ. പതുക്കെ നോക്കി. നിർത്തിയാടാ നീ. മണ്ട സാധനോടെ അണ്ണാ നല്ല വലിയ സാധനം കയറണ. ഇങ്ങോട്ട് നോക്കടാ. കൊഞ്ചിതായിരിക്കണേ. ഇനി വാ. തലയാണ് ഇട്ട തല തിരിച്ച് കാണിരിക്കുന്നത്. തല ഒന്ന് കാണാൻ കണക്കി. ചൂണ്ട എൻ്റെ ചൂണ്ട. കൊള്ളാം. മച്ചന്മാരെ വീണ്ടും വേറൊരെണ്ണം അടിച്ചിട്ടുണ്ട്. പോവില്ല വൈകില്ല വലിച്ച് കയറ്റിയത്. പതുക്കെ കയറ്റി. ഇതാ പറഞ്ഞു. ഒരുപാട് വലിയ മീനുകൾ കിട്ടിയോണ്ടായിരിക്കും നമുക്കിതിനെ ചെറുതായിട്ട് തോന്നുന്നത്. മച്ചന്മാരെ നിങ്ങൾ ഈ ചൂണ്ട കണ്ടോ? അതായത് മീൻ ഒരു സെക്കൻഡ് പോലും സമയം തരാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. KKPP ആണ്. കിട്ടി പോയാൽ പോയി. മച്ചന്മാരെ വീണ്ടും നമ്മുടെ റോഡിൽ ഒരെണ്ണം കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. തെരണ്ടി ആയിരിക്കും. എപ്പോഴും തെരണ്ടി അടിക്കില്ലല്ലോ അല്ലേ. ഇനിയിപ്പോൾ കൂരികളുടെയൊക്കെ സീസണായി വരുന്നുണ്ട്. കൂരിയാവാൻ ചാൻസ് ഉണ്ട്. അല്ലടെ കേരി കൂരി കുഞ്ചി. ഇനിയിപ്പോൾ ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ന്യൂമാരുടെ കളിയായിരിക്കും കടലിൽ. കൂരികളുടെ തേരോട്ടം മച്ചാന്മാരെ. പോയടാ അത്. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. നമ്മളെ കടൽ വല്ലാതെ അങ്ങ് സന്തോഷിപ്പിക്കും. കൂരിയായിരിക്കും അല്ലേ? കൂരിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അത് കുറേ നേരം കൊണ്ട് പിടിച്ച് കിടക്കുക തന്നെ. അവൻ അവിടെ ഇരിക്കട്ടണം.
കണ്ടിട്ട് അത് തന്നെ തോന്നുന്നു, തെരണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ വീണ്ടും. അല്ലല്ല മറ്റേ മീൻ കൂരിയാ, വലിയ കൂരി, വലിയ കൂരിയുടെ ആ നല്ല സ്വയംഭ സാധനം. ഇനി അങ്ങോട്ട് ഇവന്റെ കാലം അത്രയും മണ്ണായി. വെള്ളടോ നമ്മൾ തറവാടിയാണ് കേട്ടോ. അതായത് വെള്ളത്തിൽ നിന്ന് പറഞ്ഞ മീനിനെ തന്നെ കുളിപ്പിച്ച് സ്വന്തം ആക്കിയേ നമ്മൾ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും? ആ സൗണ്ടൊന്നും വേണ്ട, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ. വിനോദണ്ണ എങ്ങനെയുണ്ട്? വലുതാ? ആ കൊള്ളാണ, തീരെ കുഴപ്പമില്ല. കൂരിയല്ല, അടിപൊളി മീനളിയാ. മച്ചാന്മാരെ വീണ്ടും ജോസ്മോന്റെ തേരോട്ടം തുടരുകയാണ് ഗായ്സ്. ഞാനിപ്പോൾ ജോസ്മാനെ കൊണ്ടിപ്പോൾ അങ്ങ് താഴെ പോയാനെ. ഒരിക്കൽ താഴെ പോയതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. മറ്റേ കൂരിയാണെന്ന് തോന്നുന്നു കേട്ടോ. കൂരി ആ കൂരി തന്നെ, അടിപൊളി കൂരിയുടെ. വേറെ ചൂണ്ടാണ് എൻ്റെ ചൂണ്ടല്ലേ? നമ്മൾ തന്നെ കൊള്ളാം. കൂരികൾ എവിടെ കൂടെ കയറി പുറത്തു കൂടെടാ? ആ അത് അവിടെ കൂടെ തൊടുത്ത് കേട്ടാ, ആയിക്കൂടെ അല്ലെങ്കിൽ പോയേനെ. സൗണ്ട് നോക്കി, അതാണ് കോമഡി. മച്ചമാരെ കണ്ടോ? നമ്മുടെ ഒരു കിടുന്ന മീൻ കിട്ടി കണ്ടോടാ? നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളാണ് കേട്ടോ. നല്ല വെട്ടല്ല സാധനങ്ങൾ കേട്ടാ. കൂരി ഇടണോ? കണ്ടോ? അടിപൊളി മീനുകളാണ് ഇന്ന് കിട്ടിയത്. തീർന്നില്ല, വിനോദം പിടിക്കാൻ പോണതേ ഉള്ളത് വീണ്ടും. ചുമ്മാ പറഞ്ഞ കേട്ടോ. ഓക്കെ മച്ചന്മാരെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടാ. രാവിലെ ജോസ്മോൻ വരാൻ ഒരുപാട് ലേറ്റായി പോയത് കാരണം തലവേദന ആയതുകൊണ്ട്. അതെ, പിന്നെ തലവേദനയൊക്കെ കുറഞ്ഞ് ഒരു 10 മണിയായി വന്നപ്പോ. ആ ഇവിടെ പിടിക്കണ ഇങ്ങനെ വീടാ ഇവിടെ. അപ്പൊ കാണാട്ടാ അടുത്ത വീഡിയോയിലൂടെ. കാണാം. അടുത്ത വീഡിയോക്ക് ബൈ നിങ്ങളെ വീണ്ടും ജോസ്മോൻ ബൈ ബൈ. ബൈ ബൈ. ഓക്കെ വിനോദണ്ണ ബൈ ബൈ, സീ യു.